ഗാഡ്ജറ്റ്സ് നമ്മുടെ ഒരു എന്താ ഓർഗൻ പോലെയാണല്ലോ ഉള്ളത്. അതെല്ലാം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫാണ് പലപ്പോഴും കൊണ്ടുവന്നുള്ളൂ. നോട്ട് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ ഏറ്റവും നമ്മൾ ട്രിഗർ ചെയ്യിക്കുന്നത്. ഇവർ എത്രത്തോളം അവെയർ ആണ് ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട്, ആ ഒരു ഡിജിറ്റൽ ബൗണ്ടറീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിനെയും നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഇൽ ഇഫക്ട്സ് അല്ലെങ്കിൽ ബെറ്റർ എഫക്ട്സ് എങ്ങനെയാണെന്ന് നമുക്ക് സംസാരിക്കാം. മീഡിയ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഓർ ഒരു എന്ത് കൈൻഡ് ഓഫ് ഗാഡ്ജറ്റ് യൂസിൻ്റെ കൂടുതൽ ആയിട്ടാണെങ്കിലും അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ മെയിൻലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉണ്ടാവുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഓരോ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ റീൽസ് കാണുന്നു അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നു, പല പോസ്റ്റുകൾ ഇടുന്നു, വളരെ എന്താ പറയുക കളർഫുള്ളായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മാറി മാറി വരുന്ന ആൻഡ് അത്രയും ഒരു സ്റ്റിമുലൈ ഉണ്ട് അതിൽ വരുന്നതിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആക്റ്റീവ് ആവുകയാണ്, നമ്മൾ എക്സൈറ്റഡ് ആവുകയാണ്. അതാണല്ലോ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഹൂക്ഡായിട്ട് പോകുന്നതും. പക്ഷെ എന്നാൽ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ ഇത്രയും ഇൻഫർമേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഒരു കളർഫുള്ളായിട്ടോ ഇത്രയും സ്റ്റിമുലൈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ വരുന്നത്. അപ്പം ആ ഒരു ഇൻഫർമേഷൻ ഓവർലോഡും മാറി മാറി വരുന്ന ഒരു ഇമോഷണൽ എക്സൈറ്റബിലിറ്റി എല്ലാമാണ് അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. എന്നിട്ട് പിന്നീട് അതൊരു ഓഫ്കോഴ്സ് നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളെ സോഷ്യലൈസ് ചെയ്യുന്നതിലും ഒരുപാട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് വേണ്ടതും ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള യൂസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു കോപ്പിംഗ് പോലെ ആയി മാറും. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിലേക്ക് റിലൈ ചെയ്യുന്ന പോലെ, അതിലേക്ക് റിസോർട്ട് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ആക്ച്വലി അവിടെ നടക്കുന്നത് ഒരു ഡോപ്പമിൻ സ്പൈക്കാണ്. ഇങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ, ആ ഒരു നോവൽറ്റീനോട്, ഒരു എക്സൈറ്റ്മെൻറ്റിനോട് എല്ലാം വരുമ്പോൾ ബ്രെയിനിൽ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ആ കെമിക്കലാണ് റിലീസ് ആവുന്നത്. അതുകൊണ്ടാണ് ആ ബിഹേവിയറിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത്. എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും ഒരു ഇമ്പൾസീവായിട്ടോ എക്സൈറ്റഡ് ആയിട്ടോ ചെയ്യുമ്പോഴാണ് ആ ഒരു റിലീസ് ഉണ്ടാവുന്നത്. പക്ഷെ പിന്നീട് അതൊരു കോപ്പിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ പോലെയാണ് സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു എക്സസീവ് സ്ക്രോളിംഗ് ബിഹേവിയർ വളരെ എന്താ പറയുക പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഏത് ക്ലയൻസിലാണെങ്കിലും നമ്മളത് ചോദിക്കാറുണ്ട്, എത്രത്തോളമാണ് ഒരു ഗാഡ്ജറ്റ് യൂസ് ഉള്ളത്. കാരണം അതൊരു വൺ ഓഫ് ദ എന്താ ഐ വുഡ് സേ സഫിഷ്യൻറ്റ് ഫാക്ടേഴ്സ് ആണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യാൻ ഉള്ള. അപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സസീവ് സ്ക്രോളിങ്ങിലേക്ക് പോകുമ്പോൾ അതൊരു ഡിസ്ട്രാക്ഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ടൊരു ടയറിങ് ഡേ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നേരെ വേറെ ആൾക്കാരോട് സംസാരിക്കാനോ അതെല്ലാം മോർ എഫേർട്ട്ഫുൾ ആയിട്ടാണ് തോന്നുക. ഇതിലിങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മൾ ആ ഇമോഷണൽ ചേഞ്ചസ് വരുന്നുണ്ട്, നമുക്ക് എവിടെയോ നമ്മൾ ചിരിക്കുന്നുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേണിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അത് ആ ഒരു ലൂപ്പ് കണ്ടീഷൻ ഉണ്ടാവുകയാണ് ചെയ്യണേ. വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരുന്ന് പോവുകയാണ് ചെയ്യണേ. അപ്പോൾ എക്സസീവ്ലി പക്ഷേ അതൊരു കോപ്പിംഗ് ആവുകയാണ്. ബിക്കോസ് അവിടെ ഒരു ടെമ്പററി ആയിട്ടൊരു റിലീഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു രീതിയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാറിൻ്റെ ടൈമിലെല്ലാം പല ഒരു ആങ്ഷ്യസ് ട്രേറ്റ്സ് ഉള്ള ക്ലയൻസിലും കണ്ടിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ലോഡ് ഓഫ് മേ ബി അവരുടെ പാർട്ട്നേഴ്സോ ലവ്ഡ് വൺസോ പുറത്തുണ്ടാവും. അപ്പോൾ എവിടെയാണ് ഇത് അറ്റാക്സ് ഉണ്ടാവണേ എന്നുള്ളതൊക്കെ അറിയാൻ അവർ നോക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ മീഡിയത്തിലൂടെയും ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ദാറ്റ് വുഡ് ബ്രിങ് എ സെൻസ് ഓഫ് കൺട്രോൾ ടു ദം, ഒരു പെർസീവ്ഡ് കൺട്രോൾ. ഞാൻ പ്രിപ്പയർഡ് ആവാം, എനിക്ക് അറിഞ്ഞിരിക്കണം ഇൻഫർമേഷൻ, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര അൺസർട്ടനിറ്റിയാണ് അവർക്ക് അതൊന്ന് ഫീൽ ചെയ്യണത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനും ഇതേപോലെയുള്ളൊരു ഡൂം സ്ക്രോളിങ്ങിലോ അല്ലെങ്കിൽ എക്സസീവ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിലേക്കും പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് കാരണമാണ് അത് കൂടി വരുന്നത്. ഈ കോൺസെൻട്രേഷൻ പലപ്പോഴും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് കാരണം എന്ന് ഞാൻ ഹൗ ഫാർ ഇസ് ഇറ്റ് ട്രൂ, ഓർ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ, ഓർ അഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രോബ്ലി
ക്യാൻ ബി മാനേജ്ഡ് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും ഗാഡ്ജറ്റ്സ് നമ്മുടെ ഒരു ഭാഗം, ഒരു എന്താ ഓർഗൻ പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ മൈൻഡ്ലെസ് ആണ്. അത് ഇപ്പം ഈറ്റിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ വാഷ്റൂമിലേക്ക് ഗാഡ്ജറ്റ്സ് കൊണ്ടുപോകുന്നവരുണ്ട്, പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴും അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓർ ചിലർക്ക് ഇവൻ ഉറങ്ങാനായിട്ട്, ബിക്കോസ് അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലൈ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു സേഫായിട്ട് തോന്നില്ല. ആൾക്കാരുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫാണ് പലപ്പോഴും കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അത്രയും ക്രോണിക് ആണ് യൂസ്. ലൈക്ക് സ്റ്റഡീസ് പ്രകാരം ഒരു ആവറേജ് ഒരു വർക്കിംഗ് അഡൽട്ടിൻ്റെ ആഡിക്വേറ്റ് യൂസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 2 hours ആണ്. അഡിക്വേറ്റ്ലി 1 hour, ഏറ്റവും മാക്സിമം ലെസ് ദാൻ 2 hour ഫോർ റിക്രിയേഷണൽ പർപ്പസ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതെന്നാ, ലൈക്ക് എത്രത്തോളം ഒരു യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫോണിലെ ആപ്സിലും എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണല്ലോ ഏത് മീഡിയ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ നമുക്കറിയാം ക്ലിയർലി അവിടെ അങ്ങനത്തെ ഒരു കോപ്പിംഗ് ഉണ്ടാവും. അപ്പം അത് ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ആണ്. അതെ, ഇതുപോലെ തന്നെ പലപ്പോഴും ഓൺ അതർ ആംഗിൾസ് ഓഫ് ലൈഫ്, അതായത് സേ കമ്പാരിസൺ അല്ലെങ്കിൽ ഫോമോ, ഇതെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ഫോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ there are people who are falling into depression just because of the comparison എന്നത് അല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് കുറെ കൂടെ അതെ, കാരണം ഇപ്പൊ ഇതിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ട്രൂ ആണെന്നാണല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. ബിക്കോസ് ഒബ്വിയസ്ലി ഇപ്പൊ നമ്മൾ എല്ലാവരും അതേ ഇപ്പൊ എല്ലാ ആംഗിളിലും നന്നായിട്ടുള്ളൊരു ഫോട്ടോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലൈക്സോ ഇതെല്ലാം നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഒരു റിയൽ റെക്കഗ്നിഷൻ ആയിട്ടാണ്. ഇത്രയും 100+, 1000+ ലൈക്സ് എനിക്കുണ്ട്, ഇല്ലെങ്കിൽ ഇത്രയും പേര് എൻ്റെ എന്താ പറയുക പോസ്റ്റർ ഷെയർ ചെയ്തു എന്നുള്ള പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു സെൻസ് തന്നെയാണ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും റീഇൻഫോഴ്സ് ചെയ്യുന്നതും. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് കമ്പാരിസൺസ് വരും. യു ഫീൽ യു ആർ നോട്ട് ഇനഫ്, ഓർ ബാക്കി എല്ലാവരുടെയും ലൈഫ് വളരെ ഹാപ്പനിങ് ആണ്, ആൻഡ് ഐ എം ജസ്റ്റ് സിറ്റിംഗ് ഹിയർ ഇൻ ദ റൂം, ഒന്നും ചെയ്യുന്നില്ല. അവർ പുറത്ത് പോകണോ, ട്രാവൽ ചെയ്യണോ, കാര്യങ്ങൾ ചെയ്യണോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണല്ലോ. ഒരു നോട്ട് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ ഏറ്റവും നമ്മൾ ട്രിഗർ ചെയ്യിക്കുന്നത്, അല്ലെ? അങ്ങനത്തെ ഒരു ബിലീഫിലേക്കാണ് പലപ്പോഴും പോകുന്നത്. ഇതേപോലെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണെങ്കിലും അവരുടെ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോഴും അതെ, നമ്മളെ പറ്റി തന്നെ വളരെ ക്രിട്ടിക്കലാവുന്നു. ഒരു ഓൾ ഓർ നത്തിങ് തിങ്കിങ്ങിലേക്കൊക്കെയാണ് പോവുക. ആസ് എൻ എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട്, എല്ലാവരും ഓക്കെയാണ്, എനിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പാറ്റേൺസിലേക്കും അങ്ങനത്തെ ഒരു ബിലീഫ്സിലേക്കുമാണ് പലപ്പോഴും പോകാറുള്ളത്. അപ്പം ഇതെല്ലാം അതിൽ വരുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ആൻഡ് അതിൻ്റെ ഇതിൽ ഫോമോ ആണെങ്കിലും എക്സസീവ് സ്ക്രോളിംഗ് ആണെങ്കിലും എല്ലാം ഒരു റെഗുലേറ്റഡ് യൂസിലേക്ക് ലീഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും കൊണ്ടുവരിക. അപ്പോൾ ആദ്യം തന്നെ അവർ അവെയർ ആവണം, ലൈക്ക് ഇത് ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ടോ. ബിക്കോസ് ഇത് എന്താ പറയുക, നമ്മളുടെ ഒരു ഫേവറേറ്റ് ലെഷറാണ്, എൻ്റെ ബെസ്റ്റ് കോപ്പിംഗ് മെത്തേഡാണ്. സോ എവറി ടൈം ആൾക്കാർ ഭയങ്കര ഹെസിറ്റൻറ്റും ആണ്. അത് മാറ്റി വെച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് വേറെ എന്താ ചെയ്യാൻ, വീട്ടിൽ നിന്ന് ഇപ്പോൾ ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വന്നു, വേറെ മേ ബി റൂമിൽ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരാളുടെ പ്രസൻസ് പോലെയാണ് അവർ ഫോണിനെയോ ഇല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു മീഡിയത്തിനെ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ എത്രത്തോളം അവെയറാണ് ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റിയിട്ട്, അതിൽ നിന്ന് അവർക്ക് എത്രത്തോളം മാറണം എന്നുള്ള ആ ഒരു ഇൻസൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമുക്കൊരു സെൽഫ് മോണിറ്ററിങ് വേണം ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്പർ ഓഫ് ഹവേഴ്സിനെ പറ്റിയിട്ടും, ഏത് മീഡിയമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏത് സമയങ്ങളിലാണ് അവരത് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. കാരണം ഏത് സമയത്താണ് യൂസ് ചെയ്യണതെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ നീഡ് മനസ്സിലാവുള്ളൂ. ഇത് അവർക്ക് ബോറടിച്ചിരിക്കുന്നതുകൊണ്ടാണോ, ഉറക്കം വരാൻ വേണ്ടിയിട്ടാണോ, അതോ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ സോഷ്യൽ സർക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് ഇതിലേക്ക് റിലൈ ചെയ്യുന്നതാണോ, ഒരു ഡിസ്ട്രാക്ഷൻ പോലെയാണോ, ഒരു കോപ്പിംഗ്, സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് നോക്കുന്നു. അപ്പോൾ എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്ന പ്രോബ്ലം എന്നുള്ളത് നോക്കണം. അതിന് ഇങ്ങനത്തെ മോണിറ്ററിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു ഡിജിറ്റൽ ബൗണ്ടറീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ആക്ച്വലി ഏതൊരു അഡിക്ഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്.
ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് യൂസിൻ്റെ പോലെ തന്നെ വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ആ ഗാഡ്ജറ്റായിട്ട് നമുക്ക് ഡിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ വെറുതെ ആണെങ്കിലും പോയിട്ടൊന്ന് ഫോൺ എടുത്ത് നോക്കും എന്നുള്ള പോലെയാണല്ലോ വെറുതെ ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഫിസിക്കൽ ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ യൂഷ്വലി ഞാൻ തന്നെത്താനും ചെയ്തു നോക്കാറുള്ള കാര്യമാണ്, ക്ലയൻസിൻ്റെ അടുത്തും പറയാറില്ല. ഇപ്പോൾ നമ്മൾ താഴെ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴൊക്കെ മേ ബി ഫോൺ കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക. ഇഫ് യു ഹാവ് എ സ്മാർട്ട് വാച്ച്, അതിൽ കോൾസ് വരുന്നത് കാണുമല്ലോ, അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യില്ല, നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ആ ഫിസിക്കൽ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട്, നമുക്ക് തന്നെ ആ ഇൻസൈറ്റ് കൂടും. അപ്പോൾ ഓരോരു നെക്സ്റ്റ് റൂമിൽ വെക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ വീട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ മേ ബി ഒരു സെപ്പറേറ്റ് ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഫോണിന് വെക്കാനായിട്ട്. ആൻഡ് ദെൻ യു ആർ ടോക്കിംഗ് ടു യുവർ കിഡ്സ്, ബാക്കി അവരായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സിലേക്ക് പോകണു. ഓർ ഹാൻഡ് ബാഗിൽ ഫോൺ വെക്കാനായിട്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ദാറ്റ് വുഡ് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. കയ്യിലാണെങ്കിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ അപ്പോൾ ആ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്നുള്ളത് ഒരു സ്റ്റെപ്പാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സാഹചര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ വി ആർ അഗൈൻ വൾണറബിൾ ടു ഇറ്റ്. സോ ഒരു ഈക്വലി കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റണം. അവിടെ ആക്ച്വലി ഞാൻ വാല്യൂ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസോ ബിഹേവിയേഴ്സോ ഉണ്ടോ, അതിൽ എത്രത്തോളം എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഓപ്ഷൻസ് എത്രത്തോളം അവൈലബിൾ ആണ്, അത് മേക്ക് ഷുവർ ചെയ്യാനും കൂടെ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ തിരിച്ചതേ പാറ്റേൺസിലേക്ക് തന്നെ പോകും. അതെ. അപ്പോൾ ഒരു ക്രോണിക് യൂസ് ആണെങ്കിൽ മാക്സിമം നമ്മളൊരു റെഗുലേറ്റഡ് യൂസിലേക്ക് പോകാൻ നോക്കും. അത് തീരെ പോസിബിൾ അല്ലെങ്കിൽ മേ ബി കുറച്ച് നാളത്തേക്ക് ഒരു 2 or 3 വീക്സിലേക്ക് ആ മീഡിയം ഡിലീറ്റ് ചെയ്യാനോ മാറ്റി വെക്കാനോ എന്നുള്ള പോലെ നോക്കും. സോ പിന്നെ അവർക്ക് ഒരു കൺട്രോൾ ഫീൽ ചെയ്യുമല്ലോ, ഇതില്ലെങ്കിലും കാര്യങ്ങൾ യൂഷ്വലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മോസ്റ്റ്ലി അതിൻ്റെ ഒരു മാനേജ്മെൻറ്റും വരിക. അങ്ങനെ